എല്ലാവർക്കും നമസ്കാരം. ഇന്ന് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. Nine of Swords, Three of Swords, Hanged Man, Fool card, Strength card ഉണ്ട്, Ace of Wands, Four of Cups. ഇതാണ് ഇന്ന് വന്നിരിക്കുന്ന കാർഡുകൾ. നമുക്ക് ആദ്യമേ വന്നിരിക്കുന്ന കാർഡ് നയൻ ഓഫ് സോർട്സിൻ്റെ ഒരു കാർഡാണ്. നിങ്ങൾ ചില ആൾക്കാർ നിങ്ങൾക്ക് എന്തെങ്കിലും ദുസ്വപ്നം കണ്ടിട്ടുള്ള അതിൻ്റെ ഒരു എഫക്റ്റിലാണ് ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ രാത്രിയിൽ നിങ്ങൾ എന്തെങ്കിലും ദുസ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പേടിപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവാം ഇന്നലെ. അതല്ലെന്നെങ്കിൽ ചില ആളുകൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഉത്കണ്ഠ പല കാര്യങ്ങളെക്കുറിച്ചും അതെങ്ങനെ സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ആൻസൈറ്റിയും ഉത്കണ്ഠയൊക്കെയുള്ള ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. നിങ്ങൾ സത്യം പറഞ്ഞാൽ ഒരു ആവശ്യമില്ലാത്ത കാര്യത്തിനുള്ള ഒരു ഉത്കണ്ഠയായിട്ടാണ് കാണുന്നത്. നിങ്ങളെ യാതൊരു കാരണവശാലും ബാധിക്കാത്ത ഒരു സിറ്റുവേഷൻ, അതിനെക്കുറിച്ചാണ് നിങ്ങൾ ടെൻഷൻ അനുഭവിക്കുന്ന, അല്ലെങ്കിൽ അതിനെക്കുറിച്ചാണ് നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നതായിട്ടാണ് ഇതിനകത്ത് കാണുന്നത്. നിങ്ങളെ ഈ കാര്യം അഫക്റ്റ് ചെയ്യുന്നില്ല, പക്ഷെ നിങ്ങളുടെ മനസ്സിലൊരു പേടി ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇതെന്നെ ദോഷകരമായി ബാധിക്കുമോ, എന്തെങ്കിലും ഒരു കാര്യം നമ്മളെ അത് നെഗറ്റീവായി ബാധിക്കുമോ എന്നുള്ള ഒരു ചിന്തയുടെ അതിൻ്റെ ഒരു ടെൻഷനിലിരിക്കുന്ന ആളുകളെയാണ് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ അങ്ങനെ ഒരു ടെൻഷൻ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ചിന്തയിൽ ഇരിക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങളെ ഈ കാര്യം ബാധിക്കുന്ന പോലുമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തോ ഒരു കാര്യത്തിൽ, എന്തോ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത ഒരു നെഗറ്റിവിറ്റി നിങ്ങളിലേക്ക് ഇന്നത്തെ ദിവസം സ്പ്രെഡ് ചെയ്ത് എത്തുന്നുണ്ടെന്നാണ് ഇന്നത്തെ ദിവസം കാണിക്കുന്നത്. ത്രീ ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. ഇത് കൂടുതലും ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന ഒരു ഇഷ്യൂ ആയിട്ടാണ് കാണുന്നത്. പാർട്ട്നേഴ്സ് തമ്മിലുള്ള ഇഷ്യൂ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന ഒരു ഇഷ്യൂ ആയിട്ടാണ് കാണുന്നത്. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായതിനെ തുടർന്നുണ്ടായ ഒരു ടെൻഷനാണ് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്നത്. എന്താണ് ഇതിന് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ആകുലതയാണ് കൂടുതൽ ആളുകൾക്കും ഇന്ന് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായ എന്തോ ഒരു വഴക്കിൻ്റെ പുറത്തുണ്ടായിട്ടുള്ള ഒരു ടെൻഷനാണ് ഇതിനകത്ത് കാണുന്നത്. പക്ഷേ ഇതിനകത്ത് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഒരു കുറച്ച് നേരത്തേക്ക് മാത്രമുള്ള ഒരു എനർജിയാണത്. കാരണം ഒരു കാർമേഘം വന്ന് മഴയായി മാറുന്ന ആ ഒരു സമയത്തേക്ക് മാത്രമുള്ള ഒരു എനർജി ആയിട്ടാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഇതൊരു നീണ്ടു നിൽക്കുന്ന ഒരു എനർജിയേ അല്ല. നിങ്ങൾക്കിത് സ്റ്റാർട്ടിങ്ങിൽ ചിലപ്പോൾ അങ്ങനെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് എത്രയും പെട്ടെന്ന് അത് മാറിപ്പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അങ്ങനെ ഒരു ടെൻഷനിലിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അതും മാറ്റി വെച്ചോളാനാണ് പറയുന്നത്. അതായത് അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല, അത് പെട്ടെന്ന് മാറിപ്പോകുന്ന ഒരു കാര്യമാണ്. പക്ഷേ നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ച് മനസ്സിൽ ടെൻഷൻ ഉണ്ടാക്കുന്നതായിട്ടാണ്, നിങ്ങളുടെ ചിന്തകൾ കൊണ്ടുണ്ടാകുന്ന ഒരു ടെൻഷനാണ് അതിനകത്ത് കാണുന്നത്. അല്ലാതെ ഒരു കാര്യമുള്ള ഒരു സിറ്റുവേഷനേ അല്ല ആക്ച്വലി. ഹാങ്ഡ് മാനാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നേരെ വിപരീതമായി ചിന്തിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾ ഏതൊരു ആംഗിളിൽ നിന്നാണോ ഈ ഒരു പ്രശ്നത്തെ നോക്കിക്കാണുന്നത് അത് നേരെ വിപരീതമായിട്ടുള്ള ഒരു ആംഗിളിൽ കൂടി ചിന്തിച്ചാൽ മാറാവുന്ന കാര്യങ്ങൾ ഇതിനകത്തുള്ളൂ. കാരണം നിങ്ങളുടെ ചിന്തകളുടെ പ്രശ്നമാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ നിങ്ങൾ നേരെ തിരിച്ച് ചിന്തിക്കുക. ഇപ്പോൾ ചിന്തിക്കുന്ന ആ വഴി മാറ്റിയിട്ട് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ഷനിൽ കൂടി അതിനെ കാണാൻ ശ്രമിച്ചാൽ
അതായത് നമ്മളിപ്പോൾ നേരെ നിന്ന് കാണുന്ന ഒരു സാധനം തഴകീഴായി നിന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഒരു എഫക്റ്റാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ നിങ്ങളത് ഇപ്പോൾ ചിന്തിക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ചിന്തിച്ചാൽ ഈ ഒന്നും അല്ലാതായി മാറുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകാവുന്ന ഈ ടെൻഷനെല്ലാം നിങ്ങൾ മാത്രം ക്രിയേറ്റ് ചെയ്തുണ്ടാക്കുന്ന ഒരു പ്രശ്നമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ചിന്തിക്കുന്നതിന് റിവേഴ്സ് ആയിട്ടൊന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനുള്ള ഒരു പരിഹാരവും നിങ്ങൾക്ക് കിട്ടുന്നു, അല്ലെങ്കിൽ യൂണിവേഴ്സ് അങ്ങനെ ഒരു പരിഹാരം നിങ്ങളിലേക്ക് കൊണ്ട് തരുന്നു എന്നാണ് പറയുന്നത്. ഫുൾ കാർഡാണ് വന്നിരിക്കുന്നത്. ഒരു പുതിയ തുടക്കമാണ്, ഒരു പുതിയ യാത്ര ഇതിനകത്ത് കാണുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ ഉണ്ടായ കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പുതിയൊരു യാത്ര പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു ചെറിയൊരു കുട്ടിയുടെ നിഷ്കളങ്കതയോട് കൂടിയിട്ടാണ് നിങ്ങൾ ഈ യാത്രയിൽ പോകുന്നത്. ഇത് നിങ്ങളുടെ ചിലപ്പോൾ ഇത് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു യാത്രയായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു കാർമിക് സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ പുതിയൊരു പാതയിലേക്ക് കടക്കുന്ന ഒരു യാത്രയായിരിക്കാം. എന്തായാലും നിങ്ങളുടെ ഈ യാത്രയിൽ യൂണിവേഴ്സ് നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. ധൈര്യമായി മുന്നോട്ട് പൊക്കോളാനാണ് പറയുന്നത്. യൂണിവേഴ്സിൽ വിശ്വസിച്ച് നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പൊക്കോളുക. നിങ്ങളുടെ യാത്രയിൽ നിങ്ങൾ സഹായിക്കാൻ വേണ്ടിയിട്ട് എല്ലാ സപ്പോർട്ടും യൂണിവേഴ്സ് തരുന്നുണ്ട്. അപ്പോൾ ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു നിഷ്കളങ്കമായൊരു യാത്ര, ചെറിയ കുട്ടികളുടെ മനസ്സോടുകൂടിയാണ് നിങ്ങളിത്, അതായത് ചിലപ്പോൾ ഒരു പുതിയ കാര്യത്തിലേക്ക് ചെന്ന് പെടുന്നതായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. പക്ഷെ നിങ്ങളുടെ ആ നിഷ്കളങ്കമായ യാത്രയാണ് നിങ്ങൾക്ക് പക്ഷെ പുതിയ പാതകൾ തുറന്നു തരുന്നുണ്ട്, പുതിയ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് തുറന്നു തരുന്നുണ്ട്, പുതിയ വാതിലുകൾ നിങ്ങൾക്ക് മുന്നിൽ തുറക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ യാത്ര നിങ്ങൾക്ക് വളരെ പ്രയോജനകരമായിട്ടുള്ള ഒരു യാത്രയായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ ചില ആളുകൾക്ക് ഇതൊരു സ്പിരിച്വൽ ജേർണി ആയിരിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു യാത്രയും ആകാം. എന്തായാലും നിങ്ങൾക്ക് ഇതൊരു പുതിയ അനുഭവമായിരിക്കും. നിങ്ങളുടെ ലൈഫിൽ പുതിയൊരു വഴി തുറന്നു കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ യാത്ര നിങ്ങൾ ധൈര്യപൂർവ്വം മുന്നോട്ട് പോവുക. ഈ യാത്രയിൽ കൂടി നിങ്ങൾക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ആക്സെപ്റ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. നിങ്ങൾ അത് ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. അടുത്തത് സ്ട്രെങ്ത് കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ആന്തരികമായിട്ട് ഇത്രയും പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ വളരെയധികം ഒരു കോൺഫിഡൻസ്, ഒരു സ്ട്രെങ്ത് തോന്നുന്ന ഒരു ദിവസമാണ്. എന്ത് കാര്യങ്ങൾ വന്നാലും നിങ്ങൾക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് അതിനുള്ളൊരു ധൈര്യം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ എന്ത് കാര്യം, ഇപ്പോൾ വലിയൊരു കാര്യം നിങ്ങളുടെ മുന്നിലേക്ക് വന്നാലും നിങ്ങൾക്കതിനെ വളരെ സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു മനസാന്നിധ്യം ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്നുണ്ട്, പല ഡയറക്ഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇന്ന കാര്യം ഇന്നതുപോലെ ചെയ്താൽ മതി എന്നുള്ളൊരു ഡയറക്ഷൻ കിട്ടുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെ ടെൻഷനിലും കാര്യങ്ങളിലും ആണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്. അത് വളരെയധികം സ്ട്രെങ്ത് ആണ് നിങ്ങൾക്ക് തരുന്നത്. എന്ത് കാര്യത്തിനെയും നേരിടാനുള്ള ഒരു മാനസികമായ ഒരു സ്ട്രെങ്ത് തരുന്നുണ്ട്. ചില ആളുകൾ കുറേ കാർമിക് സിറ്റുവേഷൻസിലൂടെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിന് ഭയങ്കര ഇത് കിട്ടും, അതായത് സ്ട്രെങ്ത് കിട്ടും എന്ത് കാര്യത്തെയും നേരിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് വളരെയധികം ഭംഗിയായി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് നിങ്ങൾ ഫേസ് ചെയ്യുന്ന കാര്യത്തെ വളരെ സന്തോഷകരമായിട്ട് എൻഡ് ചെയ്യാനായിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഏസ് ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ് ഇത്. പുതിയ തുടക്കങ്ങളാണ് കാണിക്കുന്നത്. പുതിയ എന്തെങ്കിലും ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയോ അല്ലെങ്കിൽ പുതിയ ഒരു സ്ഥലത്ത് പുതിയൊരു കാര്യം, പുതിയൊരു പ്രോജക്റ്റ് ചെയ്യാനൊക്കെയുള്ള ഒരു അവസരങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. ചിലപ്പോൾ ചില പുതിയ ബന്ധങ്ങൾ ഉടലെടുക്കുന്നതായിരിക്കാം. അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു കൂട്ടായ്മയിൽ ചെന്ന് പെട്ടിട്ട് അതിനകത്തുനിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ടാവാം. അതിനകത്ത് നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ, പുതിയ അറിവുകൾ നേടാനായിട്ട് സാധിക്കുന്നുണ്ടാവും. എന്ത് കാര്യം ചെയ്താലും അതിന് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടുള്ളതായിട്ടാണ് കാണിക്കുന്നത്. പുതിയ തുടക്കങ്ങളാണ് പലതിനും. അപ്പോൾ ചിലപ്പോൾ കുറേ നാളുകളായിട്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു സ്റ്റെപ്പ് എടുക്കാൻ പറ്റാതെ സ്റ്റക്കായി നിന്നിരുന്ന ആളുകളാണെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പുതിയൊരു സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ട് പോകുവാനായിട്ട് അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് അല്ലെ അതിനൊരു തുടക്കം കിട്ടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്.
നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലം നിങ്ങൾക്കത് റിസൾട്ടിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള ഒരു തുടക്കമായിട്ടാണ് ഇതിനകത്ത് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ ഇന്ന് നിങ്ങൾക്കത് വളരെ സക്സസ് ആയിട്ട് എൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പല കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലും പലതും നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും ചിലപ്പോൾ അതൊരു സക്സസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റാതിരുന്ന ആൾക്കാരാണെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഈ പുതിയ തുടക്കങ്ങൾ എല്ലാം ഒരു സക്സസ്സിലേക്കാണ് കൊണ്ടുവന്ന് എത്തിച്ചു തരുന്നത്. അതിനുള്ള എല്ലാ കോൺഫിഡൻസും നിങ്ങളിലേക്ക് കൊണ്ടുതരുന്നുണ്ട്. അതിനുള്ള എല്ലാ അതായത് സിറ്റുവേഷൻ അതിന് വളരെയധികം ഫേവറബിൾ ആയിട്ടാണ് കാണുന്നത്. 4 ഓഫ് കപ്സിൻ്റെ എനർജി ഉണ്ട്. ചില ആളുകൾ എന്തൊക്കെ നല്ല കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വന്നാലും അതിനെ ഒന്നും സ്വീകരിക്കാതെ ഒരു നെവർ മൈൻഡിലിരിക്കുന്ന ആളുകളുമുണ്ട്. അതായത് നമ്മളുടെ മുന്നിൽ കൂടി പല ഓപ്പർച്യൂണിറ്റീസും കടന്നു പോകുന്നുണ്ടാവും. പക്ഷെ എന്നെ അതൊന്നും ബാധിക്കുന്നില്ല, അല്ല എന്ത് പ്രശ്നം എൻ്റെ ചുറ്റിലും നടന്നാലും എന്നെ അത് ബാധിക്കുന്നില്ല എന്നുള്ള രീതിയിലിരിക്കുന്ന ചില ആളുകളെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് ഒരു ചോയ്സ് അല്ലെങ്കിൽ ഒരു സെലക്ഷൻ ചെയ്യാനുള്ള കറക്റ്റായിട്ടുള്ള ഒരു സമയമാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടാത്തതിനെ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾക്ക് എന്താണോ ഫേവറബിൾ ആവുന്നത്, നിങ്ങൾക്ക് ഉപകാരമുള്ള കാര്യം എന്താണോ അതിനെ നിങ്ങൾ സെലക്ട് ചെയ്യുക. അത് നിങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് അതിനൊരു റിസൾട്ടും കിട്ടാത്തത് കൊണ്ട് മടിച്ചിരിക്കുന്ന ആൾ പിന്നെ ഒരു പുതിയൊരു കാര്യം ചെയ്യാൻ അല്ലെങ്കിൽ ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ അത് നിങ്ങൾക്ക് സ്വീകരിക്കാൻ മടി കാണിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് എന്താണോ ഫേവറബിളായിട്ട് വരുന്നത് ആ കാര്യം നിങ്ങൾക്ക് ധൈര്യപൂർവ്വം സ്വീകരിക്കാമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. പാസ്റ്റിൽ നടന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോയി. ഇപ്പോൾ നമുക്ക് പുതിയ കാര്യങ്ങളാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതെങ്കിൽ നിങ്ങളത് പുതിയത് സ്വീകരിക്കുക. പഴയതിനെ വിട്ടിട്ട് പാസ്റ്റിൽ നടന്ന കാര്യങ്ങളുടെ ഒരു അതിനെക്കുറിച്ച് ഓർത്ത് അതിനെക്കുറിച്ച് ചിന്തിച്ച് മനസ്സ് ടെൻഷനായിട്ടിരിക്കുന്നേക്കാളും നല്ലത് അതിനെല്ലാം വിട്ടുകളഞ്ഞിട്ട് വരുന്ന പുതിയ ഓപ്പർച്യൂണിറ്റീസ് എന്താണോ അത് സ്വീകരിച്ച് മുന്നോട്ട് പോകുവാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് പല ഓപ്പർച്യൂണിറ്റീസും വരാം, പുതിയ തുടക്കങ്ങൾ വരുന്നുണ്ട്, പുതിയ യാത്രകൾ വരുന്നുണ്ട്. എല്ലാം നിങ്ങൾക്ക് പുതിയതായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് നിങ്ങളിങ്ങനെ അതിനെ റിജക്റ്റ് ചെയ്ത് ഇരിക്കാതെ അതിനെ പോസിറ്റീവ് മൈൻഡോടുകൂടി സ്വീകരിച്ച് മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സ് ഇന്ന് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന റീഡിങ്സ്. അപ്പോൾ എൻ്റെ റീഡിങ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് എൻ്റെ റീഡിങ് റെഫനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റീഡിങ് കൊണ്ട് എന്തെങ്കിലും പോസിറ്റീവ്നെസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളത് മറ്റുള്ളവരിലേക്കും കൂടി എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. അവർക്കും അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടട്ടെ. അതാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ദിവസം ഒരു നല്ല ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.